ശ്രീരാമായ നമോ നമ. സീതാരാമഗുണാരാമപുണ്യാരണ്യനിവാസിനോ വന്ദേ വിശുദ്ധവിജ്ഞാനോ കവീശ്വരകവീശ്വരവും. ഇന്ദ്രരഥം കൊണ്ടുവരലും പിന്നീട് രാവണനുമായിട്ടുള്ള യുദ്ധം, രാവണൻ ഇന്ദ്രകേതു മുറിച്ചിടുന്നതും പിന്നെ ശൂലം പ്രയോഗിക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തടുക്കുന്നതും ആണ് ഇതിവൃത്തം. ഇതിലെ ഞങ്ങളുടെയൊക്കെ പുസ്തകത്തില് 102 സർഗമാണിത്. 70 ശ്ലോകമുണ്ട്. പക്ഷെ ചില മലയാളം പുസ്തകങ്ങളിലൊക്കെ അത് 38 ശ്ലോകമുള്ളത് ഒരു സർഗവും പിന്നീട് ബാക്കി 32 ശ്ലോകം വേറെ സർഗമായിട്ടാണ് കാണുന്നത്. ലക്ഷ്മണേന തു തദ്വാക്യമുക്തം ശ്രുത്വാ സ രാഘവ സംദധേ പരമവീരഘ്നോ ധനുരാദായ വീര്യവാൻ രാവണായ ശരാൻ ഘോരാൻ വിസസർജ ചമുമുഖേ. വീണ്ടും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ലക്ഷ്മണനെ ശ്രീരാമചന്ദ്രൻ ശ്ലാഘിച്ചപ്പോൾ ലക്ഷ്മണൻ ഉടനെ തന്നെ അങ്ങ് രാവണനെ വധിച്ച് അങ്ങയുടെ പ്രതിജ്ഞ നിറവേറ്റു എന്ന് തുടരെ തുടരെ നിർബന്ധിച്ചപ്പോഴാണ് ശ്രീരാമൻ വീണ്ടും യുദ്ധത്തിന് പുറപ്പെടുന്നത്. ഉടനെ രാവണൻ മറ്റൊരു തേരിൽ കയറി മുഴുത്ത കാർമേഘം മലയ്ക്ക് മുകളിൽ പെയ്ത് നിറയ്ക്കുന്നത് മാതിരി ശ്രീരാമചന്ദ്രൻ മേലേക്ക് ധാരാളം ശരങ്ങളയച്ചു. രാമചന്ദ്രൻ തിരിച്ച് ജ്വലിക്കുന്ന തീ കണക്കെ പാറുന്ന ശരങ്ങൾ ഇത് തടുത്തു. ഇവരുടെ യുദ്ധനില സമമല്ലെന്ന് ദേവഗന്ധർവ കിന്നരാദികൾ അഭിപ്രായപ്പെട്ടതനുസരിച്ച് ഇന്ദ്രൻ മാതുലിയെ വിളിച്ച് ശട്ടം കെട്ടി. പിന്നെ ഇന്ദ്രന്റെ രഥം ഗംഭീരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ആ രഥത്തിൽ മാതുലി ഭൂമിയിലെത്തി തേരിൽ തന്നെ ഇരുന്നുകൊണ്ട് ചമ്മട്ടിയും പിടിച്ച് തൊഴുകയാണ് ശ്രീരാമചന്ദ്രനെ നോക്കിയിട്ട്. എന്നിട്ട് പറയാണ്, ഇന്ദ്രദത്തമായ തേര്, കവചം, ശരങ്ങൾ, ശക്തി മുതലായവ അങ്ങ് സ്വീകരിച്ചാലും. ശ്രീരാമചന്ദ്രൻ അതനുസരിച്ച് ആ തേരിനെ ഒന്ന് പ്രദക്ഷിണം വെച്ച് അതിലങ്ങനെ ഐശ്വര്യത്തോടുകൂടി ഇരുന്നു. പിന്നീട് ഗംഭീരമായ യുദ്ധം നടക്കുകയാണ്. രാവണൻ ഗന്ധർവാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ശ്രീരാമൻ അതിന് ഗാന്ധർവസ്ത്രം തന്നെ അയച്ച് തടുത്തു. പിന്നീട് ദൈവാസ്ത്രം, തിരിച്ച് ദൈവാസ്ത്രം. രാവണൻ രാക്ഷസാസ്ത്രം അയച്ചു. അതിഗംഭീരമായ, അതിൽ നിന്ന് ധാരാളം ശരങ്ങളങ്ങനെ പാമ്പുകളെ മാതിരി വാസുകി സദൃശമായ പാമ്പുകളങ്ങനെ വിഷം ചീറ്റിക്കൊണ്ടങ്ങനെ എല്ലായിടത്തും പറന്ന് വരികയാണ്. ഒട്ടും പതരാതെ രാമൻ അസ്ത്രം ഗാരുത്മതം ഘോരം പ്രാദുശ്ചക്രേ ഭയാവഹം. ഗാരുഡാസ്ത്രം അയച്ചു. അങ്ങനെ ഗാരുഡാസ്ത്രം അയച്ചപ്പോൾ സ്വർണ്ണപ്പിടിയോടുകൂടി ആ ശരങ്ങളങ്ങനെ നിറഞ്ഞു. അവിടെ എല്ലാം ഗരുഡനെ പോലെ സുവർണ കാഞ്ചനാഭുത, സ്വർണ്ണ നിറത്തിലുള്ള ഗരുഡനെ പോലെ അങ്ങനെ അവര് പാറിപ്പറഞ്ഞ് ഓരോരോ പാമ്പുകളെയും കൊത്തി തിന്ന് ആ മറ്റേ സർപ്പാസ്ത്രങ്ങളെ മുഴുവൻ നശിപ്പിച്ചു. അത്രയും കണ്ടപ്പോഴേക്കും രാവണൻ അങ്ങനെ പിന്നെ ഘോരമായ ശരം വൃഷ്ടി നടത്തി. രാവണൻ കത്തിജ്വലിച്ച് അങ്ങനെ ഇന്ദ്രരഥത്തിന്റെ കൊടിമരം മുറിച്ചു. അപ്പോഴേക്കും അന്തരീക്ഷം അങ്ങനെ കലങ്ങി. ഗ്രഹങ്ങളൊക്കെ പ്രതികൂലമായി നിൽക്കാൻ തുടങ്ങി. അന്തരീക്ഷം കലങ്ങി. രാവണൻ 20 കൈകളോടെ മൈനാകപർവ്വതം പോലെ ഉറച്ചു നിന്ന് അസ്ത്രങ്ങൾ അയച്ചപ്പോഴേക്കും രാമബാണങ്ങൾ അത് എതിർത്തുവെങ്കിലും രാവണന്റെ ബാണങ്ങളെ മുഴുവൻ തടുക്കാനാവാതെ ശ്രീരാമചന്ദ്രൻ കുഴഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണുകൾ കലങ്ങി, പുരുകം വളഞ്ഞു. അങ്ങനെ ഭയങ്കരമായ ക്രോധം ശ്രീരാമചന്ദ്രൻ വന്നുപെട്ടു. ജഗാമ സുമഹാക്രോധം നിർദഹന്യവ രാക്ഷസന്മാരെ മുഴുവൻ ദഹിപ്പിക്കുമാറ് ക്രോധം രാമചന്ദ്രന്റെ മുഖത്ത് വന്നു. ഇത്രയാണ് ഒരു സർഗം ചില ബുക്കുകളിൽ. നീ തസ്യ ക്രുദ്ധസ്യ വദനം ദൃഷ്ട്വാ രാമസ്യ ധീമത സർവഭൂതാനി വിത്രേസുഹു പ്രാകമ്പതജമേദിനി. അങ്ങനെ ക്രുദ്ധമായ രാമചന്ദ്രന്റെ വദനം കണ്ട് സർവഭൂതാനി, എല്ലാ ജീവജാലങ്ങളും വിത്രേസു നടുങ്ങി. പ്രാകമ്പതജമേദിനി, ഭൂമിയും കുലുങ്ങി. സിംഹശാർദൂലവാൻ ശൈല തംജചാല ചലൻദ്രുമ, പർവ്വതമടക്കം സിംഹങ്ങള്, പുലി, ഇതൊക്കെയുള്ള ശൈലങ്ങളടക്കം അങ്ങനെ കിട്ടുങ്ങി എന്നാണ് പറഞ്ഞത്. സമുദ്രം ഒന്ന് അലറി സമുദ്രം. അങ്ങനെ ഇതെല്ലാം ചെയ്ത സമയത്ത്
എല്ലാവരും നടുങ്ങി, രാവണൻ അടക്കം നടുങ്ങി എന്നാണ് പറയുന്നത് ആ മുഖം കണ്ടപ്പോൾ. അപ്പൊ രാവണൻ അതിരൗദ്രമായ ഒരു ശൂലം എടുത്തു പ്രയോഗിച്ചു. ആ ശൂലത്തിനെ ഗംഭീരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഇത് വജ്രസാരമായ ആ ശൂലം അങ്ങനെ അയച്ച സമയത്ത് അലറി, അങ്ങനെ അയച്ചുകൊണ്ട് രാവണൻ അലറി, നിന്റെ ജീവൻ എടുക്കും ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് അലറിയിട്ടാണ് രാവണൻ അത് അയക്കണേ. എന്നിട്ട് രാവണൻ പറയാം, തത് രാവണകരാൻ മുക്തം വിദ്യുന്മാലാസമാവൃതം. ഇടിമിന്നലുകളുടെ മാല മാതിരി ആ ശൂലത്തിന്റെ ഒപ്പം ഇടിമിന്നൽ മാതിരി ഉണ്ട്. അഷ്ടാഖണ്ഡം മഹാനാദം, 8 മണികളുണ്ട് ആ ശൂലത്തിന്. ഭയങ്കര ശബ്ദം. വ്യദ്ഗതം അശോഭത, അങ്ങ് ആകാശത്തിൽ അങ്ങനെ ശോഭിച്ചു. അത് കത്തിജ്വലിച്ച് വരിക്കുന്ന ശൂലത്തിന് രാമചന്ദ്രൻ ധാരാളം അസ്ത്രങ്ങൾ ചെയ്തു തടുത്തു. പക്ഷെ ആ അസ്ത്രങ്ങളൊക്കെ ശൂലത്തിന്റെ പ്രഭയിൽ അസ്ത്രങ്ങളൊക്കെ എരിഞ്ഞെരിഞ്ഞടങ്ങാൻ തുടങ്ങി. തന്റെ ശരങ്ങൾ ആകാശത്ത് വെച്ച് പൊടിപൊടിയാകുന്നത് കണ്ട് രാഘവൻ വീണ്ടും ക്രുദ്ധനായി. മാതലി നീട്ടിക്കൊടുത്ത ഒരു വേല്, ശക്തി, മഹേന്ദ്രന്റെ വേല്, ഇന്ദ്രന്റെ ശക്തി, അതങ്ങനെ കയ്യിലാക്കി തുലനം ചെയ്തു. അതിനെ ഇങ്ങനെ വേണ്ട പോലെ അതിനെ പ്രയോഗിക്കണം വെച്ചാൽ അതിന് മുമ്പൊന്ന് തുലനം ചെയ്യണല്ലോ. തുലനം ചെയ്ത് ശൂലത്തിന് നേരെ ചാട്ടി. ആ ശക്തി പോയി ശൂലത്തിനെ പൊട്ടി തകർത്തു. ശൂലം പൊട്ടി തകർന്നു വീണു. ഇപ്പൊ രാമന് വീര്യം കൂടി. രാമൻ രാവണനെ ശക്തമായി ആക്രമിച്ചു. കുതിരകളെ ആക്രമിച്ചു. രാവണന്റെ നെറ്റിക്ക് 3 ശരങ്ങൾ ചെയ്ത് രാവണന്റെ തലയിൽ മുറിവുണ്ടാക്കി. അപ്പോഴും രാവണൻ പൂത്ത അശോകം മാതിരി ഇങ്ങനെ രക്തത്തിൽ കുളിച്ചു. രാമബാണ ഈ അതിവിദ്ധഗാത്രോ, രാമബാണങ്ങളാൽ ശരീരം മുഴുവൻ ഇങ്ങനെ മുറിഞ്ഞ്, നിശാചേരേന്ദ്ര ക്ഷതജ ആർദ്രഗാത്രഹം, ക്ഷതജം കൊണ്ട്, ചോരം കൊണ്ട് മുഴുവൻ നനഞ്ഞവനായി തീർന്നു. ഗാമഖേദം ച സമാജമധ്യേ, സമാജമധ്യത്തിൽ അങ്ങനെ ഖേദത്തോടുകൂടി, സങ്കടം വന്നു. അപ്പൊ അതിന്റെ ഇരട്ടി ക്രോധം വന്നു. ക്രോധം ചക്രേ സുഭൃശം തദാനി, ക്രോധിതനായിട്ട് അങ്ങനെ രാവണൻ നിലകൊണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം അവസാനിക്കുന്നത്. 101 102 ഇതിലെ നമ്പറുകൾ. കുറച്ച് വ്യത്യാസം ഉണ്ടാവും പഴയതില്. യുദ്ധേ ദശാസ്യം ത്രിഭുവന വിഷമം വാമഹസ്തേന ശാപം ഭൂമാവഷ്ടഭ്യതിഷ്ഠൻ നിതരകരധൃതം ഭ്രാമയൻ ബാണമേകം ആരക്തോപാന്തനേത്രാം ശരദളിത വപുക്കോടി സൂര്യപ്രകാശ വീരശ്രീ ബന്ധുരാംഗ ത്രദേശപതി പാതുമാം വീരരാമ.